ഇടുക്കി രാമൽമേട് ആമപ്പാറയിലെ സോളാർ വൈദ്യുതി പദ്ധതി കാടുകയറി നശിക്കുകയാണ്. 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി 16 കോടി ചെലവിലാണ് പദ്ധതി ആരംഭിച്ചത്. 2021 സോളാർ പാനലുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് നിർമ്മാണം പൂർത്തിയായെങ്കിലും 1 യൂണിറ്റ് കറന്റ് പോലും ഉൽപ്പാദിപ്പിക്കാനായില്ല. കുറ്റിച്ചെടികളും മരങ്ങളും വളർന്ന് പാനലുകൾ ഭൂരിഭാഗവും നശിച്ചു. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് 2019 ഈ കാണുന്ന ആമപ്പാറ സോളാർ പദ്ധതി ആരംഭിക്കുന്നത്. 2021 കമ്മീഷനും ചെയ്തു. പക്ഷേ വർഷം ഇത്രയും കഴിയുമ്പോഴും 1 മെഗാവാട്ട് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ₹16 കോടി പദ്ധതിക്ക് ചിലവായത്. നിർമ്മാണത്തിലെ അപാകത നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാനാകും. ഈ കാണുന്ന സോളാർ പാനലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അതുമൂലം കുറ്റിച്ചെടികളും മരങ്ങളും അടക്കം ഇതുപോലെ വളർന്ന് ഇതിന് മുകളിലേക്ക് നിൽക്കുന്നു. അതുമൂലം പല സോളാർ പാനലുകളും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ സൗരോർജ പാനലുകൾക്ക് മുകളിൽ ഈ ചെടികളും പള്ളകളും വള്ളിപ്പടർപ്പും വളർന്ന് അത് ഒരു മിനി വനമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ 16 കോടി രൂപ വെള്ളത്തിലായി എന്നുള്ളതാണ്. 1 യൂണിറ്റ് വൈദ്യുതി പോലും ഇന്നുവരെ ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. അത് നാശമോശപ്പെട്ട് കിടക്കുന്നു. സോളാർ പാനൽ മാത്രമല്ല, പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും കാട് കയറി നശിക്കുകയാണ്. അതിലുപരി ഈ കാണുന്ന ട്രാൻസ്ഫോമറും കൺട്രോളിംഗ് പാനലും അടക്കം തുരുമ്പെടുത്ത് നശിക്കുകയും ചെയ്യുന്നുണ്ട്. കറണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് ലൈനും വലിച്ചിരുന്നു. പക്ഷേ വൈദ്യുതി മാത്രം ഉൽപ്പാദിപ്പിക്കാനായില്ല. പൊതുഖജനാവിനുണ്ടായ കോടികളുടെ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദികൾ? കൺമുന്നിൽ നിൽക്കുന്ന അനാസ്ഥയുടെ സ്മാരകത്തിന് ആരാണ് മറുപടി പറയേണ്ടത്? ചോദ്യങ്ങൾ അനവധിയാണ്. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.